ഇന്ന് കറിയൊന്നും ഇല്ലാതെ തന്നെ കഴിക്കാവുന്ന എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റിലുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നറായിട്ടോ ഒക്കെ കഴിക്കാം. അപ്പോൾ ആദ്യം തന്നെ ഒരു പാനിലേക്ക് ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു സവാള ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞതും, പിന്നെ ഒരു ക്യാരറ്റ് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞതും, പിന്നെ ഒരു അരക്കപ്പ് ഫ്രോസൺ പീസും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. സാധാരണ ഡ്രൈ ആയിട്ടുള്ള ഗ്രീൻ പീസ് ആണെന്നുണ്ടെങ്കിൽ അതൊന്ന് കുതിർത്തെടുത്ത് ഉപ്പിട്ടൊന്ന് വേവിച്ചെടുത്തിട്ട് വേണം കേട്ടോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ പച്ച ആയതുകൊണ്ട് പെട്ടെന്ന് ഇതിൽ തന്നെ വെന്ത് കിട്ടും. ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇപ്പോൾ സവാളയും അതുപോലെ ക്യാരറ്റൊക്കെ നന്നായിട്ട് ഇവിടെ വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു പകുതി തക്കാളി ഇതുപോലെ ചെറുതായിട്ടൊന്ന് മുറിച്ചെടുത്തതും, പിന്നെ ഒരു അര ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുത്തിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു തക്കാളിയൊക്കെ ഒന്ന് വാടി ഒന്ന് ഉടഞ്ഞ് വരണം. അതുപോലെ ആ ഒരു വെളുത്തുള്ളിയുടെ ഇഞ്ചിയുടെ ഒക്കെ ഒരു പച്ച ടേസ്റ്റും ഒന്ന് മാറി വരുന്നത് വരെ വഴറ്റിയെടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും, പിന്നെ ഒരു അര ടീസ്പൂണ് കാശ്മീരി മുളക് പൊടിയും, പിന്നെ ഒരു അര ടീസ്പൂണ് ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഈ ഒരു മസാലയുടെ പച്ചമണം ഒന്നങ്ങ് മാറി വരണം കേട്ടോ. അപ്പോൾ ഇതുപോലെ അങ്ങ് നന്നായിട്ടൊന്ന് മസാലയൊക്കെ ഒന്നങ്ങ് മൂത്ത് കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ആക്കാം. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. എന്നിട്ട് ഞാനിവിടെ ഒരു ബൗളിലേക്ക് പുട്ടുപൊടിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഈ ഒരു കളറിലുള്ള പുട്ടുപൊടി എന്താണെന്ന് വെച്ചാൽ ഇത് ചെമ്പ പുട്ടുപൊടിയാണ്. അപ്പോൾ നിങ്ങളെ കയ്യിൽ ഇതില്ലെങ്കിൽ സാധാരണ പുട്ടുപൊടി ആയാലും മതി കേട്ടോ, എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഞാനിവിടെ ചെമ്പ പുട്ടുപൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ സാധാരണ പുട്ടിനെ നനച്ചെടുക്കുന്ന ആ ഒരു രീതിയിൽ തന്നെ ആ ഒരു ടെക്സ്ചറിൽ നനച്ചെടുത്താൽ മതി. എന്നിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി എടുത്തിട്ടുള്ള ആ ഒരു മസാല ഉണ്ടല്ലോ, വെജിറ്റബിൾ മസാല, അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു മസാലയൊക്കെ പൊടിയിൽ എല്ലാ ഭാഗത്തും ഒന്ന് എത്തുന്ന വിധത്തിൽ തന്നെ ഇതുപോലെ അങ്ങ് മിക്സ് ചെയ്ത് കൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഞാനിവിടെ പുട്ടുകുറ്റി എടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ചിരട്ടപ്പുട്ട് മേക്കറും ഇതിന് വേണ്ടിയിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ പുട്ടുകുറ്റിയിൽ നമുക്ക് ആദ്യം തേങ്ങ ഇട്ട് കൊടുക്കാം. അതിൻ്റെ മുകളിൽ നമ്മുടെ ഈ ഒരു റെഡിയാക്കി എടുത്തിട്ടുള്ള പുട്ടിൻ്റെ മിക്സ് ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കാം. പിന്നെ പുട്ട് മിക്സ് ഇട്ട് കൊടുത്തിട്ട് നിങ്ങൾക്ക് ഇനി ലെയറായിട്ട്, അതായത് ചെറിയ കഷ്ണങ്ങളായിട്ട് ഒക്കെ ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇടയിൽ തേങ്ങ ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഒന്നിച്ചാണ് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഒന്നിച്ചുള്ള വലിയൊരു പുട്ടായിട്ട് വരും. അപ്പോൾ മുഴുവനായിട്ട് ഇതിൽ നമ്മൾ പുട്ട് മിക്സ് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ അതിൻ്റെ മുകളിൽ വീണ്ടും തേങ്ങ ഇട്ട് കൊടുത്തിട്ട് അടച്ച് വെച്ചിട്ട് ഇതൊന്ന് ആവിയിൽ വേവിച്ചെടുക്കാം. ഒരു 5-6 മിനിറ്റ് നമ്മൾ സാധാരണ പുട്ടൊക്കെ വേവിച്ചെടുക്കുന്ന ആ ഒരു ടൈം തന്നെ മതി. നന്നായിട്ടൊന്ന് ആവി കയറി കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളിയായിട്ടുള്ള വെജിറ്റബിൾ മസാല പുട്ട് റെഡിയായി. നല്ല ടേസ്റ്റുള്ള ഒരു പുട്ടാണ് കേട്ടോ ഇത്. ഇതിലേക്ക് ഇനി വേറെ കറിയൊന്നും ആവശ്യമില്ല. ഇങ്ങനെ വെറുതെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ബ്രേക്ക്ഫാസ്റ്റിനോ ഡിന്നറിനോ ഒക്കെ നിങ്ങൾക്കിത് റെഡിയാക്കി എടുക്കാം. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും, ഫേസ്ബുക്കിലാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും കൂടി മറക്കല്ലേ. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്